എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. പൂരാടം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന നവംബർ 2025 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. പൂരാടം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന നവംബർ 2025 എങ്ങനെയാണ് എന്ന് നോക്കാം. Four of Cups, Empress, King of Swords, Knight of Cups, Three of Pentacles, Three of Swords, ആദ്യം തന്നെ 4 of Cups എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങളിലാണോ നിങ്ങൾ അതായത് കുറച്ചധികം നാളായിട്ട് വിഷമിച്ച് ഇരിക്കുന്നു, കാര്യങ്ങളൊന്നും വന്നിട്ടില്ല, എന്തോ ഒരു കാര്യത്തിന് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്, ആ കാര്യം നിങ്ങളിലേക്ക് എത്തുന്നു ഫൈനലി എന്നുള്ളതാണ്. കുറച്ചധികം നാളായിട്ട് ഡിസപ്പോയിൻറ്റഡ് ആണ് നിങ്ങൾ. ചില ആളുകളെ സംബന്ധിച്ച് ഇത് നിങ്ങൾ എന്തെങ്കിലും സിറ്റിസൺഷിപ്പിന് വെയിറ്റ് ചെയ്യുന്നതായിരിക്കാം, നിങ്ങൾ വിസയ്ക്ക് വെയിറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും പെർമിറ്റ് കാര്യങ്ങൾ, കോൺട്രാക്റ്റ് ലഭിക്കുന്നതിന് എന്തോ എഗ്രിമെൻറ്റ്സ് കാര്യങ്ങൾ, ഡോക്യുമെൻറ്റേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. പക്ഷേ കാര്യങ്ങൾ ഇതുവരെ റെഡി ആയിട്ടില്ല. 2 ആഴ്ചയ്ക്കകം നടക്കുന്ന പറഞ്ഞ കാര്യം 2 മാസമായിട്ട് നടക്കാതിരിക്കുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിവിടെ അതിനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ഈ മാസം തന്നെ കാര്യങ്ങളൊക്കെ റെഡി ആവുന്നു. നെഗറ്റിവിറ്റി മാറ്റി വെച്ചാൽ വരുന്നത് കാര്യങ്ങൾ 2 ദിവസം മുമ്പേ തന്നെ നിങ്ങളിലേക്ക് എത്താം. ഫ്രസ്ട്രേഷൻസ് ആണ് ഒത്തിരി കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫ്രസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വയ്ക്കുക എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത്. പിന്നെ ഈ ഒരു മാസം കുറച്ച് മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ ചെയ്താൽ പല പല നേട്ടങ്ങളും നിങ്ങളിലേക്ക് അതായത് നിങ്ങളുടെ മനസ്സിന് പലപ്പോഴും നമ്മളിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു നെഗറ്റിവിറ്റി കാരണം നമ്മളത് നമുക്ക് ചിലത് തോന്നും, ഇങ്ങനെ വിചാരിച്ചതിനേക്കാൾ വൈകിയാണ് വന്നതെന്നോ, അല്ലെങ്കിൽ ചിലപ്പോൾ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. ഇപ്പോൾ ഒരു പോസ്റ്റിലൊരു കാര്യം വരികയാണെങ്കിൽ നിങ്ങളത് നിങ്ങളുടെ അടുത്ത് എത്തേണ്ട സമയത്തുനിന്ന് കുറച്ചുകൂടി വൈകിയായിരിക്കും ചിലപ്പോൾ വരുന്ന വഴിയിൽ എന്തെങ്കിലും ഇഷ്യൂസ് കാര്യങ്ങൾ, തടസ്സങ്ങൾ, മറ്റു തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വന്നിട്ട് അത് 2 ദിവസം കൂടി ചിലപ്പോൾ വൈകിയേക്കാം. അപ്പോൾ ആ ഒരു എനർജി നിങ്ങളിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് മെഡിറ്റേഷൻ ചെയ്യാം, കുറച്ചൊന്ന് കാമായിട്ടിരിക്കുക, റിലാക്സ്ഡായിട്ട് ഇരിക്കാൻ എളുപ്പമല്ല എന്നറിയാം, എന്നാലും അത് ശ്രമിക്കുക. അത് ആ ഒരു കാര്യം ഒഴിച്ചാൽ പൊതുവേ നല്ലൊരു മാസമാണ്. പിന്നെ 3 of Pentacles എനർജി കണക്ഷൻസ് ആണ്. പ്രഗ്നൻസി സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. അടുത്തിടയ്ക്ക് വിവാഹിതരായിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും പ്രഗ്നൻസി സിറ്റുവേഷൻ അത് പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യമാണ്. അത് മാത്രമല്ല, കാലങ്ങളായിട്ട് പ്രഗ്നൻസിക്ക് വെയിറ്റ് ചെയ്യുന്നവരുണ്ടാവും കുറച്ചധികം നാളായിട്ട്. ഇപ്പോൾ ഇത് നാച്ചുറലായിട്ടുള്ള രീതിയിൽ തന്നെ കാണിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്കുള്ള സമയം ഇപ്പോഴാണ് ആയിട്ടുള്ളത്, ഇത്രയും വർഷം കഴിഞ്ഞിട്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അത് വളരെ പെട്ടെന്ന് നിങ്ങൾ ആഗ്രഹിച്ച സമയത്ത് വന്നില്ല എങ്കിലും ഇപ്പോൾ ഒരു സമയത്ത് നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത സമയത്ത് പ്രഗ്നൻസി സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. വളരെയധികം അത്യധികം സന്തോഷം തരുന്ന ഒരു കാര്യം കൂടിയിട്ടാണ് ഇതെന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ രണ്ടാമത് 2 കുട്ടികൾ ഓൾറെഡി ഉള്ളവരാണ്, അല്ലെങ്കിൽ ഇനിയൊരു കുട്ടി വേണ്ട എന്നുള്ളത് തീരുമാനിച്ചിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. തീരെ പ്രതീക്ഷിക്കാത്ത അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പ്രഗ്നൻസി, പ്രതീക്ഷിക്കാത്ത ഒരു ഗർഭധാരണത്തിന് സാധ്യതയുണ്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളിനി കുട്ടികൾ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ. അപ്പോൾ ആ ഒരു എനർജിയും കാണിക്കുന്നുണ്ട്. അപ്പോൾ പ്രായമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇതിനെ ബാധിക്കുന്നൊരു കാര്യമല്ല. ഈ ഒരു സമയം വളരെ ഫെർട്ടൈലായിട്ടുള്ളൊരു മന്ത് തന്നെയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഇമോഷണലി മാനസികമായിട്ട് ഒത്തിരി തൃപ്തിയോ സന്തോഷമോ ഒക്കെ തരുന്ന സമയമാണ്. ഒത്തിരി സ്നേഹവും കെയറും ഒക്കെ കിട്ടുന്ന ഒരു സമയമാണ്. അപ്പോൾ എല്ലാവരിലേക്കും ആഗ്രഹിച്ച ഒരു ഗുഡ് ന്യൂസ് എത്തുന്നു എന്നുള്ളത് കൂടാതെ തന്നെ പലതരത്തിലും നിങ്ങൾക്ക് പൊതുവേ നിങ്ങളെ ആസ്വദിക്കാൻ പറ്റും. നിങ്ങളുടെ ജീവിതം, മനസ്സും ശരീരവും നല്ലതുപോലെ തൃപ്തി ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. ശാരീരികമായിട്ട് മാനസികമായിട്ട് സന്തോഷം തരുന്ന ഒരു മാസം തന്നെ പറയാം.
അതേപോലെ തന്നെ കിങ് ഓഫ് സോട്സ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു എനർജി കിങ് ഓഫ് സോട്സ് എനർജി കണക്ഷൻസും വളരെയധികം ഉന്നത സ്ഥാനത്തേക്ക് ഉദ്യോഗക്കയറ്റം കിട്ടുന്ന ഒരു സമയം ആണ് ഇതെന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ജോലി മാറാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ഒരു പ്രൊമോഷന് കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കാവുന്ന ഒരു സമയമാണ്. അപ്പോൾ നിങ്ങളുടെ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ തന്നെ ഒരു ഇൻറ്റേർണൽ ആ ഒരു ട്രാൻസ്ഫറോ അല്ലെങ്കിൽ ഇൻറ്റേർണൽ ഉള്ളിൽ തന്നെ നിങ്ങൾ വർക്ക് ചെയ്യുന്നിടത്ത് തന്നെ മറ്റൊരു സ്ഥാനത്തേക്ക് പോകാനുള്ള അവസരവും ആകാം. അതല്ലെങ്കിൽ പുറത്ത് ഏതെങ്കിലും കമ്പനിയിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിലും അതിനും അവസരം കാണിക്കുന്നുണ്ട്. മാനേജറിയൽ അല്ലെങ്കിൽ അതിൻ്റെ മുകളിലുള്ള പൊസിഷൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓരോരുത്തരും ഏത് സ്ഥാനത്താണോ ഇരിക്കുന്നത് അതിനനുസരിച്ചിട്ട് ഹയർ പൊസിഷനിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷനാണ് കാണിക്കുന്നത്. വളരെയധികം തൃപ്തി എന്നുള്ളത് കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം എന്താ പറയുക, ഇമോഷണലി സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് കാണിക്കുന്നത്. അപ്പോൾ എന്താ പറയുക, ലൈഫ് പേർപ്പസ് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സമയം കൂടിയിട്ടാണ്. അതേപോലെ തന്നെ വ്യക്തമായിട്ട് ചിന്തിച്ച് ഉറപ്പിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സമയമാണ്. ജോലി സംബന്ധമല്ലാതെ പറയുകയാണെങ്കിൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല സമയമാണ്. നിങ്ങൾ പല സ്ഥാനങ്ങളിപ്പോൾ സ്കൂൾ കോളേജിലൊക്കെ ആണെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ലീഡർ പൊസിഷനിലേക്ക് എത്തുന്നതോ അല്ലെങ്കിൽ അതുപോലുള്ള പല സ്ഥാനങ്ങളും എന്തെങ്കിലും ഇതിൻ്റെ സ്ഥാനത്ത് അങ്ങനെയുള്ളൊരു സ്ഥാനത്ത് ഇരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യവും സൂചിപ്പിക്കുന്നുണ്ട്. വീട്ടമ്മമാരെ സംബന്ധിച്ചാണെങ്കിൽ ഇപ്പോൾ റിട്ടയർമെൻറ്റ് ഫേസിൽ റിട്ടയർ ആയിട്ടിരിക്കുന്നവരൊക്കെ മറ്റ് സമൂഹത്തിൽ മറ്റ് സോഷ്യലായി മറ്റുള്ളവരാൽ അറിയപ്പെടുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഘടനയുടെ ഭാഗമായിട്ട് അതിൻ്റെ തലപ്പത്തിരിക്കാൻ പറ്റുന്ന ഒരു അവസരം എല്ലാവരെ സംബന്ധിച്ചിടത്തോളം ഏത് മേഖലയിലും ഏത് പ്രായത്തിൽ നിൽക്കുന്നവരാണെങ്കിൽ പോലും അങ്ങനെ ഒരു സ്ഥാനക്കയറ്റം നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പ്രണയ സാക്ഷാത്കാരവും ഈ ഒരു മാസത്തിലുണ്ട്. നിങ്ങളോട് പ്രണയ അഭ്യർത്ഥന നടക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകം ശ്രദ്ധിക്കുക. ഒത്തിരി കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പല സംഘടനയുടെ മുകളിലിരിക്കുന്നതോ അല്ലെങ്കിൽ പ്രണയം ഇതുപോലെയുള്ള പല കാര്യങ്ങളൊക്കെ വരുമ്പോൾ പഠിത്തത്തിൽ കലാപരമായിട്ടുള്ള കാര്യത്തിൽ കുറച്ച് കൂടുതൽ താല്പര്യം ഉണ്ടാവും. പഠിത്തം പുറകിലോട്ട് മാറ്റി വിടാതിരിക്കണം. പഠിത്തത്തിലാണ് ഇപ്പോൾ ഏറ്റവും പുറകിൽ ലാസ്റ്റ് നിങ്ങൾ കണ്ടെക്കുന്നത് പഠിത്തമാണ്. അപ്പോൾ അത് ലാസ്റ്റ് ആണെങ്കിൽ കൂടി അതിനും കൃത്യമായിട്ട് സമയം കണ്ടെത്തുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ അത് പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യാതിരിക്കുക. അല്ലാത്ത പക്ഷം പഠന കാര്യങ്ങളിലൊക്കെ ഒന്ന് പുറകിലേക്ക് പോയേക്കാം. അപ്പോൾ അങ്ങനെ പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, 3 ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. പിന്നെ ബിസിനസ് കാര്യങ്ങളൊക്കെ സാധ്യമാകുന്നുണ്ട്. അപ്പോൾ ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി വരുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് ഓപ്പർച്യൂണിറ്റി ചെറിയ രീതിയിൽ ഇപ്പോൾ ഏത് പ്രായം എന്നുള്ളതല്ല വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതുമായിട്ട് മുന്നോട്ടേക്ക് പോകാം. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ ഒത്തിരി കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് പഠിക്കുന്ന കുട്ടികളാകുമ്പോൾ ഒത്തിരി കാര്യങ്ങളിൽ ഇൻവോൾവ് ആകുമ്പോൾ പഠനം ഉഴപ്പാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ബിസിനസ് ചെയ്യാം, പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷേ അതോടൊപ്പം തന്നെ പഠിത്തവും മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിച്ചില്ല എങ്കിൽ പഠിത്തം ഉഴപ്പാൻ സാധ്യത. പ്രത്യേകിച്ച് സ്കോളർഷിപ്പൊക്കെ ഉള്ള കുട്ടികൾ അല്ലെങ്കിൽ പഠിത്തത്തിൽ ഒത്തിരി ശ്രദ്ധിക്കുന്ന കുട്ടികളാണ് എങ്കിൽ അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ഭയങ്കര ചുമയാണ്. അപ്പോൾ 3 ഓഫ് സോട്സ് എനർജി കണക്ഷൻസ് ആണ്. അപ്പം ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ലൈഫിൽ നിങ്ങൾ കുറച്ചധികം നാളായിട്ട് സങ്കടം അനുഭവിക്കുന്ന ഒരു കാര്യം, അത് ആ ഒരു സങ്കടത്തിൽ നിന്ന് നിങ്ങൾക്ക് കരകയറാൻ പറ്റുന്നു എന്നുള്ളത് കൂടിയിട്ടാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ സങ്കടം ഉണ്ടാവും പല കാര്യങ്ങളിൽ. പക്ഷേ ഇപ്പോൾ നിങ്ങളത് കുറച്ചധികം നാളായിട്ട് നിങ്ങളെ അലട്ടിക്കൊണ്ടിരുന്ന ആ ഒരു സങ്കടം, അതിൽ നിന്ന് നിങ്ങൾ ഫൈനലി കരകയറുന്നു എന്നുള്ളതാണ്. അപ്പോൾ
ആ ഒരു എനർജി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഈ ഒരു മാസത്തിൽ പല പല നല്ല അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഈ പറയുന്ന സങ്കടത്തിൽ നിന്ന് പതുക്കെ കരകയറുന്ന ഒരു എനർജിയാണ്. ഇപ്പോൾ വീട്ടമ്മമാരെ സംബന്ധിച്ച്, പ്രായമായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ കുറച്ചധികം വീട്ടിൽ ഒറ്റപ്പെട്ടിരിക്കുന്നതിൽ നിന്ന് പുറത്ത് കടക്കുകയും പല കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഉണ്ടാകുമ്പോൾ ഒന്ന് റിഫ്രഷ്ഡ് ആവുന്ന ഒരു എനർജിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.